Hi students, microwave spectroscopy എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്ററിൽ നെക്സ്റ്റ് ടോപ്പിക്ക് rotational spectra of rigid diatomic molecule. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡയാറ്റോമിക് മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണ്. രണ്ട് ആറ്റങ്ങളുടെയും അറ്റോമിക് മാസസ് m1 ഉം m2 ഉമാണ്. They are connected by a rigid bond. റിജിഡ് ആവില്ല ബോണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ബോണ്ട് റിജിഡ് ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. ആ ബോണ്ടിൻ്റെ ലെങ്ത്ത് സ്മോൾ ആർ ആണ് എന്ന് കരുതുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ബോണ്ടിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ മോളിക്യൂളിനൊരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ട്. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് m1 എന്ന മാസുള്ള ആറ്റത്തിലേക്ക് r1 ഉം m2 മാസുള്ള ആറ്റത്തിലേക്ക് r2മാണ് ഒരു ഡിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സെപ്പറേഷൻ ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് atom of mass m1 is r1. From center of gravity, atom of mass m2 have a distance r2. ഓക്കെ, അങ്ങനെയാണ്. ഇവിടെ നമ്മൾ r is equal to r1 plus r2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഡയാറ്റോമിക് മോളിക്യൂൾ മേ ബി കൺസിഡേർഡ് ആസ് എ റിജിഡ് rotor consisting of atomic mass m1 and m2 connected by rigid bond of length small r. ഈ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഈ മോളിക്കുലാർ ബോണ്ട് ഉണ്ടല്ലോ, ആ മോളിക്കുലാർ ബോണ്ടിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലൂടെ പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ആ ആക്സിന് അബൌട്ടായിട്ട് നമ്മളെ മോളിക്യൂള് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, കൺസിഡർ അവർ മോളിക്യൂൾ ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മോളിക്കുലാർ ബോണ്ട്. ഓക്കെ, അപ്പോൾ ആ ആക്സിന് അബൌട്ടായിട്ട് നമ്മൾ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഷോഡിഞ്ചർ ഇക്വേഷൻ ഒക്കെ ഉണ്ടാക്കാം. ആ ഷോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ്റെ സമയത്ത് നമ്മുടെ മോളിക്യൂള് കടന്നു പോകുന്ന ആ ഒരു എനർജി ലെവൽസ് ഈഗൻ വാല്യൂസ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, കൺസിഡറിങ് സച്ച് എ റൊട്ടേഷൻ അബൌട്ട് ആൻ ആക്സിസ് perpendicular to the molecular bond and passing through the center of gravity and solving the Schrodinger wave equation, we will get energy levels as eigenvalues. Schrodinger wave equation നമുക്കറിയാലോ, h psi is equal to e psi. അത് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, h psi is equal to e psi എന്ന് പറയുമ്പോൾ നമ്മൾ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, എന്നിട്ട് h psi is equal to e psi ചെയ്യുമ്പോൾ നമുക്ക് എനർജി ഈഗൻ വാല്യൂസ് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. ഓക്കെ, നോക്കുക, കൺസിഡറിങ് റൊട്ടേഷൻ അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു മോളിക്കുലാർ ബോണ്ട് ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, ദ സൊല്യൂഷൻ ഓഫ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ h psi is equal to e psi ഫോർ ദ റിജിഡ് റൊട്ടേറ്റർ gives the energy eigenvalues as Ej is equal to, നോക്കുക, h cross square by 2i j into j plus 1 joules. ഇങ്ങനെയാണ് നമുക്ക് എനർജി ഈഗൻ വാല്യൂസ് ആയിട്ട് കിട്ടുക. h cross square by 2i j into j plus 1 joules. h cross നമുക്കറിയാലോ h by 2pi ആണ്. ഇതൊക്കെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിക്കുന്നതായിരിക്കും. h by 2pi ആണ് h ക്രോസ്. j എന്ന് പറയുന്നത് ഇവിടെ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. ഈ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് വരുന്നത് 0, 1, 2, 3 എക്സെട്ര അങ്ങനെയാണ്. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ റൊട്ടേഷണൽ ലെവൽസ് അല്ലേ, നമ്മൾ 0 കൊടുക്കുന്ന സമയത്ത് j ക്രോസ് സ്ക്വയർ ബൈ 2i എന്നാണ് കിട്ടുക അല്ലേ. j h ക്രോസ് സ്ക്വയർ ബൈ 2i എന്ന് കിട്ടും. ഇനി 1 കൊടുക്കുന്ന സമയത്ത് ഇവിടെ 1 into 2, 2h ക്രോസ് സ്ക്വയർ ബൈ 2i, h ക്രോസ് സ്ക്വയർ ബൈ 2i ആയിട്ട് മാറും അല്ലേ. അങ്ങനെ പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് റൊട്ടേഷൻ എനർജി ലെവൽസ് നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ ജൂളാണ് യൂണിറ്റ് എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ഇവിടെ ഈച്ച് റൊട്ടേഷണൽ ലെവൽ, അതായത് ആദ്യം നമ്മൾ പറഞ്ഞ h ക്രോസ് സ്ക്വയർ j ബൈ 2i എനർജിയുള്ള ലെവലായിക്കോട്ടെ, പിന്നെ പറഞ്ഞ h ക്രോസ് സ്ക്വയർ ബൈ i എനർജിയുള്ള ലെവലായിക്കോട്ടെ, ഇതെല്ലാം 2j+1 ഡീജനറസി കാണിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, 2j+1 ഫോൾഡ് ഡീജനറസിയാണ് കാണിക്കുന്നത്. എനർജി ഡീജനറസി എന്താണ് എന്നൊക്കെ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സിൽ പഠിച്ചാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഓക്കെ, ഇനി നോക്കുക, ഇവിടെ ഈ ഇക്വേഷനിൽ i എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാം. ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ i is equal to m1 r1 സ്ക്വയർ പ്ലസ് m2 r2 സ്ക്വയർ ആണ് വരിക. പക്ഷേ ഇവിടെ നമ്മൾ m1 r1 is equal to m2 r2 ആണ് എന്ന് കാണാം. ഓക്കെ, m1 r1 is equal to m2 r2 ആണ്. ആദ്യത്തെ ഇക്വേഷൻ ഞാൻ എയും പിന്നെ ബിയും കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ r നോക്ക്, ഈ r is equal to r1 plus r2 ആണ്. ഓക്കെ, അതിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ r2 ഇവിടെ നിർത്തിയിട്ട് r2 is equal to r minus r1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ c എന്ന് കിട്ടി. ഇനി ഞാൻ ഇക്വേഷൻ ബിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അതായത്
ഇവിടെ ഈ M2 R2ൻ്റെ സ്ഥാനത്ത് R മൈനസ് R1 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരുന്നു? M1 R1 is equal to M2 R മൈനസ് R1 എന്ന് വരും അല്ലേ? അപ്പോൾ M1 R1 is equal to M2 R മൈനസ് M2 R1 എന്ന് വരും. ഈ മൈനസ് M2 R1 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് M2 R1 ആവുന്നു. അപ്പോൾ M1 പ്ലസ് M2 R1 is equal to M2 R എന്ന് കിട്ടുന്നു. ഇനി ഇവിടെ നോക്ക്, R1 ഇവിടെ നിർത്തി M1 പ്ലസ് M2 റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ഡിനോമിനേറ്റർ ഭാഗത്തിലേക്ക് വരും അല്ലേ? അപ്പോൾ R1 is equal to M2 R by M1 പ്ലസ് M2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ D. ഇനി ഇതേപോലെ തന്നെ അപ്പോൾ R1 is equal to M2 R by M1 പ്ലസ് M2 കിട്ടിയതുപോലെ തന്നെ നമ്മൾ R1 is equal to R മൈനസ് R2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് R2 കിട്ടും. ദാറ്റ് ഈസ് M1 R by M1 പ്ലസ് M2 ആയിരിക്കും. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ E എന്നും കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഈ ഇക്വേഷൻ ഡിയും ഇക്വേഷൻ ഇയും നമ്മുടെ ഇക്വേഷൻ എയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ M1 R1 സ്ക്വയർ പ്ലസ് M2 R2 സ്ക്വയർ ഐയുടെ അല്ലേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ I is equal to എന്ത് വരുന്നു? M1 ഇവിടെ നോക്ക് R1 സ്ക്വയർ ആണ്, M2 R by M1 പ്ലസ് M2 സ്ക്വയർ പ്ലസ് M2 M2 R2ൻ്റെ സ്ഥാനത്ത് M1 R by M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ വരും അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഇവിടെ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? M1 ഇത് ചെയ്ത് കഴിഞ്ഞാൽ M2 സ്ക്വയർ R സ്ക്വയർ ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ ആണ് വരിക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ M2 M1 സ്ക്വയർ R സ്ക്വയർ ബൈ M1 പ്ലസ് M2 ഹോൾ സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് നോക്കുകയാണെങ്കിൽ M1 M2 രണ്ടിലും കോമൺ ആണ്, M1 M2. അപ്പോൾ അത് പുറത്തേക്ക് എടുക്കാം. അതേപോലെ തന്നെ താഴത്തെ M1 പ്ലസ് M2 ഹോൾ സ്ക്വയറും കോമൺ ആണ്, അതും പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇനി ആദ്യത്തെ ടേമിൽ ആർ സ്ക്വയറും കോമൺ ആണ്, അതും പുറത്തേക്ക് എടുക്കാം. രണ്ടിലും R സ്ക്വയർ ഉണ്ട്, R സ്ക്വയറും പുറത്തേക്ക് എടുക്കാം. പിന്നെ ആദ്യത്തെ ടേമിൽ നോക്കി നോക്കുക, M1 M2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ M2 സ്ക്വയർ ഉണ്ട്, ഒരു M2 ആണ് ബാക്കി കിടക്കുന്നത്. പ്ലസ് രണ്ടാമത്തെ ടേമിലോ M1 M2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ M1 സ്ക്വയർ ഉണ്ട്, അതിൽ M1 പുറത്തേക്ക് എടുത്തിട്ടുള്ളൂ, ബാക്കി ഒരു M1 ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ M2 പ്ലസ് M1 വരും. ഇവിടെ M1 പ്ലസ് M2ഉം M1 പ്ലസ് M2ഉം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ? അപ്പോൾ ബാക്കി ഡിനോമിനേറ്ററിൽ ഒരു M1 പ്ലസ് M2 മാത്രമേ ഉണ്ടാവുള്ളൂ. M1 പ്ലസ് M2 സ്ക്വയർ ആണ് താഴത്ത്, മുകളിലൊരു M1 പ്ലസ് M2ഉം, അത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി താഴത്തൊരു M1 പ്ലസ് M2 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ I is equal to M1 M2 by M1 പ്ലസ് M2 എന്ന് വരും അല്ലേ? R സ്ക്വയർ. ഇവിടെ M1 M2 by M1 പ്ലസ് M2 എന്ന് പറയുന്നത് മ്യൂ എന്ന് കൊടുക്കുകയാണ്, അത് റെഡ്യൂസ്ഡ് മാസ് ആണ് ഇവിടെ. ഓക്കെ, ലെറ്റ് മ്യൂ is equal to M1 M2 by M1 പ്ലസ് M2 അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I is equal to mu R സ്ക്വയർ. അപ്പോൾ ഇവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദിസ് റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത് I is equal to mu R square ആണ്, where mu is the reduced mass M1 M2 by M1 plus M2. M1 M2 എന്താണ്? അറ്റോമിക് മാസസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ ഇക്വേഷൻ 1 ആണ് ഇപ്പോൾ റൊട്ടേഷണൽ എനർജി ലെവൽസിൻ്റെ എനർജീസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ യൂണിറ്റ് ജൂളാണ്. പക്ഷേ നമ്മൾ സ്പെക്ട്രോസ്കോപ്പിയിൽ എല്ലാ കാര്യങ്ങളും സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇനി സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇക്വേഷൻ 1 H ക്രോസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു. ആ ടേം h/2π ആണെന്ന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ EJ is equal to h/2π ഹോൾ സ്ക്വയർ ആവും അല്ലേ? H ക്രോസ് സ്ക്വയർ h/2π ഹോൾ സ്ക്വയർ ബൈ 2i ഇൻറ്റു j പ്ലസ് 1 ജൂളാവും. അപ്പോൾ EJ is equal to h സ്ക്വയർ ബൈ 2π ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4π സ്ക്വയർ ആണ്. 4π സ്ക്വയർ ഇൻറ്റു 2i നമ്മൾ ചെയ്യുമ്പോൾ 8π സ്ക്വയർ i ആണ് ഡിനോമിനേറ്ററിൽ കിട്ടുക, മുകളിൽ h സ്ക്വയറും ഉണ്ട്. അപ്പോൾ h സ്ക്വയർ ബൈ 8π സ്ക്വയർ i j പ്ലസ് 1 ജൂൾ എന്ന് കിട്ടുന്നു. ഇനിയാണ് ഇതിനെ ജൂളിൽ നിന്ന് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന വേവ് നമ്പർ യൂണിറ്റിലേക്ക് മാറ്റേണ്ടത്. അതിന് വേണ്ടിയിട്ട് HC കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുക. ജൂളിനെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് മാറ്റാൻ, വേവ് നമ്പർ യൂണിറ്റിലേക്ക് മാറ്റാൻ നമ്മൾ HC കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ EJ/HC ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എപ്സിലോൺ j എന്നാണ് കാണിക്കുക. വേവ് നമ്പറിലുള്ള എനർജീസ് നമ്മൾ എപ്സിലോൺ j എന്നാണ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്ക് h സ്ക്വയർ ബൈ 8π സ്ക്വയർ i j പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ HC സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പം മുകളിൽ ഒരു h സ്ക്വയറും താഴെ ഒരു h ഉണ്ട്, അത് കട്ട് ചെയ്തിട്ട് മുകളിൽ h മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ 8π സ്ക്വയർ i അങ്ങോട്ട് താഴത്തേക്ക് ചാടും, 8π സ്ക്വയർ IC ആവും അല്ലേ? അപ്പോൾ മൊത്തം എന്തായി? h/8π സ്ക്വയർ IC j പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ഇതാണ് വേവ് നമ്പറിൽ നമ്മുടെ എനർജീസ് ഓഫ് ദ റൊട്ടേഷണൽ എനർജി ലെവൽസ് ഓഫ് എ റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ, റൊട്ടേറ്റിംഗ് റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ അല്ലേ? അപ്പോൾ നോക്കുക, ഇവിടെ h/8π സ്ക്വയർ ICക്ക് ഞാൻ B എന്ന് കൊടുക്കുന്നു. ആ B റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. J എന്ന് പറയുന്നത് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. B h/8π സ്ക്വയർ IC എന്ന് പറയുന്നത് റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള റൊട്ടേഷണൽ ലെവൽ എനർജീസ് എപ്സിലോൺ j ഈക്വൽ ടു എന്താവും? BJ ഇൻറ്റു j പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇവിടെ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ് 0, 1, 2, 3 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇതാണ് റൊട്ടേഷണൽ energy levels associated with a rotating rigid diatomic molecule in the energies in centimeter inverse. Okay, ജൂളിലാണെങ്കിൽ
നമ്മൾ നേരത്തെ കണ്ടുവച്ച് ക്രോസ് സ്ക്വയർ ബൈ 2i ജെ ഇൻറ്റു ജെ പ്ലസ് 1 ജൂളാണ്. ഇവിടെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് സ്പെക്ട്രോസ്കോപ്പിയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വേർ ബി ഈസ് ഈക്വൽ ടു എച്ച് ബൈ 8 പൈ സ്ക്വയർ ഐ സി. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, നമ്മുടെ ഈ ജെയുടെ വാല്യൂ ആദ്യം ജെക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് റൊട്ടേഷണൽ ലെവലിൻ്റെ എനർജി കിട്ടും. അത് എത്രയാണ് നോക്കാം. ബൈ ഇക്വേഷൻ 1 ഗ്രൗണ്ട് റൊട്ടേഷണൽ ലെവൽ പുട്ട് ജെ is equal to 0, ജെക്ക് 0 കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക, ബി ഇൻറ്റു 0 ഇൻറ്റു 1, ബി ഇൻറ്റു 0 ഇൻറ്റു 1 എത്രയാണ് 0 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഗ്രൗണ്ട് റൊട്ടേഷണൽ എനർജി ലെവലിൻ്റെ എനർജി എത്രയാണ് 0 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് അല്ലേ. ഇനി ഫസ്റ്റ് എക്സൈറ്റഡ് റൊട്ടേഷണൽ ലെവലിൻ്റെ എനർജി കാണണം. അതിന് ജെക്ക് 1 കൊടുത്താൽ മതി. ജെക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും നോക്ക്, എപ്സിലോൺ 1 ആവും അല്ലേ. എപ്സിലോൺ 1 is equal to ബി ഇൻറ്റു 1 ഇൻറ്റു 1 പ്ലസ് 1 2, 1 ഇൻറ്റു 2 എത്രയാണ് 2, 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. എപ്സിലോൺ 1 is equal to b ഇൻറ്റു 1 ഇൻറ്റു 2, ദാറ്റ് ഈസ് എപ്സിലോൺ 1 is equal to 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതാണ് ഫസ്റ്റ് എക്സൈറ്റഡ് റൊട്ടേഷണൽ ലെവൽ ഓഫ് എ റൊട്ടേറ്റിംഗ് റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂൾ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എനർജി. ഓക്കെ, ദെൻ സെക്കൻഡ് എക്സൈറ്റഡ് റൊട്ടേഷണൽ ലെവലിൻ്റെ എനർജി കാണണം. അതിനെ പുട്ട് ജെ is equal to 2 ഇൻ ഇക്വേഷൻ 2 അല്ലേ. അപ്പോൾ ജെക്ക് 2 കൊടുത്തു, 2 ഇൻറ്റു 2 പ്ലസ് 1 3, 2 ഇൻറ്റു 3 ഇൻറ്റു ബി ആ വരിക അല്ലേ. എപ്സിലോൺ 2 is equal to b ഇൻറ്റു 2 ഇൻറ്റു 3, ദാറ്റ് ഈസ് എപ്സിലോൺ 2 is equal to 6b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അതാണ് സെക്കൻഡ് എക്സൈറ്റഡ് റൊട്ടേഷണൽ ലെവലിൻ്റെ എനർജി ഇവിടെ. ഓക്കെ, ഇനി അതേപോലെ തന്നെ തേർഡ് എക്സൈറ്റഡ് റൊട്ടേഷൻ ലെവലിൻ്റെ എനർജി കാണാൻ ജെക്ക് എത്ര കൊടുത്താൽ മതി, 3 കൊടുത്താൽ മതി. അപ്പോൾ 3 ഇൻറ്റു 4 12b എന്ന് കിട്ടും അല്ലേ. എപ്സിലോൺ 3 is equal to 12b. എപ്സിലോൺ 4 ഫോർത്ത് എക്സൈറ്റഡ് ലെവലിൻ്റെ കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, ജെക്ക് 4 കൊടുക്കുക. 4 ഇൻറ്റു 4 പ്ലസ് 1, 4 ഇൻറ്റു 5 20b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് അല്ലേ. ഇനി അടുത്തത് 5 കൊടുക്കുക, 5 ഇൻറ്റു 6 30 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, നെക്സ്റ്റ് ഹയർ റൊട്ടേഷണൽ ലെവൽസ് കിട്ടും. അപ്പോൾ ആദ്യത്തത് ഗ്രൗണ്ട് റൊട്ടേഷൻ ലെവലിൻ്റെ എനർജി 0 ആണ്. ഫസ്റ്റ് എക്സൈറ്റഡ് റൊട്ടേഷൻ ലെവലിൻ്റെ 2b ആണ്, പിന്നെ 6b ആണ്, പിന്നെ 12b ആണ്, 20b ആണ്, 30b ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് റൊട്ടേഷൻ എനർജി ലെവൽസ് അസോസിയേറ്റഡ് വിത്ത് എ റൊട്ടേറ്റിംഗ് റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂള് കിട്ടുന്നത്. ഓക്കെ, ഇനി വേണമെങ്കിൽ ആ റൊട്ടേഷൻ ലെവൽസ് നമുക്കൊന്ന് വരയ്ക്കാം, നോക്കുക. അപ്പോൾ നമ്മൾ ജെയുടെ വാല്യൂസ് 0 കിട്ടിയപ്പോൾ നമുക്ക് എപ്സിലോൺ ജെയും റൊട്ടേഷൻ എനർജി 0 തന്നെയാണ് കിട്ടിയത്. ജെക്ക് 1 കൊടുത്തപ്പോൾ 2b കിട്ടി, നേരത്തെ കണ്ടതാണ്. 2 കൊടുത്തപ്പോൾ 6b, 3 കൊടുത്തപ്പോൾ 12b, 4 കൊടുത്തപ്പോൾ 20b, അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ 0, 2b, 6b, 12b, 20b ഇങ്ങനെ എനർജി ഡിഫറൻസ് നോക്കുമ്പോൾ നോക്ക്, ആദ്യത്തെ രണ്ട് ലെവൽസിൻ്റെ ഇടയിലുള്ള എനർജി ഡിഫറൻസ് 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സാണ്. അടുത്തത് 4b ആണ്, അടുത്തത് 6b ആണ്, അടുത്തത് 8b ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെപ്പറേഷൻ വെച്ചിട്ടാണ്, ഈ ലൈൻസിൻ്റെ ഇടയിലുള്ള സെപ്പറേഷനാണ് ശരിക്കും എനർജി ഡിഫറൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ആദ്യത്തെ രണ്ട് ലെവൽസിൻ്റെ ഇടയിലുള്ള എനർജി ഡിഫറൻസ് കുറവാണ്, 2b ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 4b ഉള്ളത് കൊണ്ട് കുറച്ച് സ്പേസിങ് കൂട്ടി വരയ്ക്കണം. പിന്നെ 6b ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ സെപ്പറേഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ സ്പേസിങ് കുറച്ച് കൂട്ടി വരയ്ക്കുക. പിന്നെ 8b വരുന്നുണ്ട്. അപ്പോൾ നോക്ക്, ആസ് ജെ ഇൻക്രീസസ് എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് എനർജി ലെവൽസ് ഇൻക്രീസസ് ഓർ സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് എനർജി ലെവൽസ് ഇൻക്രീസസ്. ആ ഒരു കാര്യം നമുക്കിവിടെ കാണാം. ഓക്കെ, ജെ കൂടി വരുന്നതിനനുസരിച്ചിട്ട് അഡ്ജസൻറ്റ് എനർജി ലെവൽസിൻ്റെ ഇടയിലുള്ള എനർജി ഡിഫറൻസ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ത് ചെയ്യുന്നു, കൂടി വരുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി ഈ റൊട്ടേഷൻ എനർജി ലെവൽസിൻ്റെ ഇടയിൽ മോളിക്യൂൾസ് ട്രാൻസിഷന് വിധേയമാവുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ മൈക്രോവേവ് റീജിയണിൽ സ്പെക്ട്രൽ ലൈൻസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ട്രാൻസിഷൻ നടക്കുക? ട്രാൻസിഷൻ നടക്കുമ്പോൾ സെലക്ഷൻ റൂൾ ഫോളോ ചെയ്തിട്ടുള്ള ട്രാൻസിഷനാണ് നടക്കുക. ഇവിടെ മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയിലെ സെലക്ഷൻ റൂൾ നമ്മൾ കണ്ടതാണ്. ഡെൽറ്റ ജെ is equal to +or-1. +1 ആണെങ്കിൽ അബ്സോർപ്ഷൻ ആണ്, -1 ആണെങ്കിൽ എമിഷൻ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഡെൽറ്റ ജെ is equal to +or-1 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും രണ്ട് അഡ്ജസൻറ്റ് എനർജി ലെവൽസിൻ്റെ ഇടയിൽ മാത്രമാണ് ട്രാൻസിഷൻ നടക്കുള്ളൂ. അപ്പോൾ അബ്സോർപ്ഷൻ ആണെങ്കിൽ 0യിൽ നിന്ന് 1ലേക്കേ നടക്കുള്ളൂ, 0യിൽ നിന്ന് ഒരിക്കലും 2ലേക്ക് നടക്കില്ല. 0യിൽ നിന്ന് 1ലേക്ക് ആകുമ്പോഴാണ് ഡെൽറ്റ ജെ is equal to +1 ആവുള്ളൂ അല്ലേ. അപ്പോഴാണ് ഡിഫറൻസ് 1 വരുള്ളൂ. 0യിൽ നിന്ന് 2ലേക്കാണെങ്കിൽ +2 ആയി. അപ്പോൾ അതിവിടെ ശരിയാവില്ല അല്ലേ. മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പിയിൽ ഡെൽറ്റ ജെ is equal to +1 ആണ്. അപ്പോൾ 0യിൽ നിന്ന് 1ലേക്ക്, 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 3ലേക്ക്, 3ൽ നിന്ന് 4ലേക്കൊക്കെ മാത്രമാണ് അബ്സോർപ്ഷൻ ആണെങ്കിൽ നടക്കുള്ളൂ. ഇനി എമിഷൻ ആണെങ്കിൽ 4ൽ നിന്ന് 3ലേക്ക് നടക്കുള്ളൂ, ഒരിക്കലും 4ൽ നിന്ന് 2ലേക്ക് നടക്കില്ല. 3ൽ നിന്ന് 2ലേക്ക് നടക്കുള്ളൂ, 3ൽ നിന്ന് 1ലേക്ക് ഒരിക്കലും നടക്കില്ല അല്ലേ. ഡെൽറ്റ ജെ is equal to -1 അപ്പോഴാണ് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ ഡെൽറ്റ ജെ is equal to +or-1 എന്ന് പറയുന്ന സെലക്ഷൻ റൂൾ അഡ്ജസൻറ്റ് റൊട്ടേഷൻ ലെവൽസിൻ്റെ ഇടയിൽ മാത്രമാണ് മോളിക്യൂൾസ് ട്രാൻസിഷന് വിധേയമാവുക. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് മൈക്രോവേവ് റീജിയണിൽ സ്പെക്ട്രം കിട്ടുന്നത് എന്നുള്ളതാണ്. ഓക്കെ,
അപ്പോൾ നോക്കുക ഹിയർ സെലക്ഷൻ റൂൾ ഫോർ ട്രാൻസിഷൻ ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആണ്. അപ്പോൾ നമ്മൾ ജെ എന്ന് പറയുന്ന ലെവലിൽ നിന്ന് ജെ പ്ലസ് 1 എന്ന് പറയുന്ന ലെവലിലേക്കുള്ള അബ്സോർപ്ഷൻ ട്രാൻസിഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അവിടെ സെലക്ഷൻ റൂൾ ജെയിൽ നിന്ന് ജെ പ്ലസ് 1ലേക്കാണ്. ഹയർ ലെവൽ ജെ പ്ലസ് 1 ആണ്, ലോവർ ലെവൽ ജെ ആണ്. അപ്പോൾ ഡെൽറ്റ ജെ ചെയ്യുമ്പോൾ ജെകളുടെ ഡിഫറൻസ് എത്രയാണ്? ജെ പ്ലസ് 1 മൈനസ് ജെ 1 ആണ് അല്ലേ. ഡെൽറ്റ ജെ ഈക്വൽ ടു പ്ലസ് 1 ആണ്. അപ്പോൾ അത് അത്തരം ട്രാൻസിഷൻ നടക്കും, അത് നമ്മുടെ സെലക്ഷൻ റൂളിൽ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ജെയിൽ നിന്ന് ജെ പ്ലസ് 1ലേക്കുള്ള സെലക്ഷൻ ട്രാൻസിഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ലൈനിൻ്റെ ഫ്രീക്വൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്കറിയാം ഹയർ എനർജി ലെവലിൻ്റെ എനർജിയിൽ നിന്ന് ലോവർ എനർജി ലെവലിൻ്റെ എനർജി മൈനസ് ചെയ്തതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്രൽ ലൈൻ. ഓക്കെ, അപ്പോൾ നോക്കുക, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്രൽ ലൈൻ നമുക്ക് ന്യൂ ബാർ ജെ ടു ജെ പ്ലസ് 1, ജെയിൽ നിന്ന് ജെ പ്ലസ് 1ലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഉണ്ടാവുന്ന സ്പെക്ട്രൽ ലൈനിൻ്റെ ഫ്രീക്വൻസിയാണ്, സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. ന്യൂ ബാർ ജെ ടു ജെ പ്ലസ് 1 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹയർ എനർജി ലെവൽ ജെ പ്ലസ് 1 ആണ്, ജെ പ്ലസ് 1ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ എനർജി എപ്സിലോൺ ജെ പ്ലസ് 1 ആണ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ. ഇനി ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ലെവലിൻ്റെ എനർജി നമുക്കറിയാം, ജെ എന്ന് പറയുന്ന ലെവലിൽ നിന്നാണ് ട്രാൻസിഷൻ തുടങ്ങുന്നത്. അപ്പോൾ എപ്സിലോൺ ജെ ആണ്. അപ്പോൾ എപ്സിലോൺ ജെ പ്ലസ് 1 മൈനസ് എപ്സിലോൺ ജെ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ന്യൂ ബാർ ജെ ടു ജെ പ്ലസ് 1, എപ്സിലോൺ ജെ പ്ലസ് 1, എപ്സിലോൺ ജെ എത്രയാണ്? ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ആണ്. ആ ജെയുടെ സ്ഥാനത്ത് നമ്മൾ ജെ പ്ലസ് 1 കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? ബി ജെയുടെ സ്ഥാനത്ത് ജെ പ്ലസ് 1, ജെ പ്ലസ് 1, ജെ പ്ലസ് 1ൻ്റെ സ്ഥാനത്ത് ജെയുടെ സ്ഥാനത്ത് ജെ പ്ലസ് 1 കൊടുക്കുമ്പോൾ ജെ പ്ലസ് 1 പ്ലസ് 1 ജെ പ്ലസ് 2 ആവും. അപ്പോൾ എന്ത് വരും? എപ്സിലോൺ ജെ പ്ലസ് 1 എന്ന് പറയുന്നത് ബി ജെ പ്ലസ് 1 ജെ പ്ലസ് 2 ആണ്, മൈനസ് എപ്സിലോൺ ജെ നമുക്കറിയാം ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 അങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ഇവിടെ ഈ രണ്ട് ടേമിലും ബി ജെ പ്ലസ് 1 ഈസ് കോമൺ, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ന്യൂ ബാർ ജെ ടു ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ബി ജെ പ്ലസ് 1 ജെ പ്ലസ് 2 മൈനസ് ജെ വരും. ജെയും ജെയും കട്ട് ചെയ്ത് പോയി, ബാക്കി ഇവിടെ 2 ആണുള്ളത്. അപ്പോൾ 2b ജെ പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പോൾ ന്യൂ ബാർ ജെ ടു ജെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2b ജെ പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ജെ എന്ന് പറയുന്ന ലെവലിൽ നിന്ന് ജെ പ്ലസ് 1 എന്ന് പറയുന്ന ലെവലിലേക്ക് ട്രാൻസിഷൻ നടന്നാൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രൽ ലൈനിൻ്റെ ഫ്രീക്വൻസി 2b ജെ പ്ലസ് 1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2b ഇൻറ്റു ലെവൽ ടു വിച്ച് ട്രാൻസിഷൻ ടേക്ക് പ്ലേസ് വിൽ ബി ദ ഫ്രീക്വൻസി ഓഫ് ദ സ്പെക്ട്രൽ ലൈൻ. 2b ഇൻറ്റു ഏത് ലെവലിലേക്കാണോ ട്രാൻസിഷൻ നടക്കുന്നത് ആ ലെവലിൻ്റെ ജെ വാല്യൂ അല്ലേ, അതായിരിക്കും ഇവിടെ പിന്നെ എന്താ പറയുക ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്രൽ ലൈൻ എന്ന് കാണാം. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ അനുസരിച്ചിട്ട് അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്രൽ ലൈൻ ഡ്യൂ ടു ദ transition from rotational energy level J to rotational energy J plus 1 in the case of a rotating rigid diatomic rotator. Okay, അപ്പോൾ നോക്കുക മോളിക്യൂൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ 0യിൽ നിന്ന് 1ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നതെന്ന് കരുതുക. ഈ ഒരു ട്രാൻസിഷൻ 0യിൽ നിന്ന് 1ലേക്കാണ് ട്രാൻസിഷൻ നടക്കുന്നതെങ്കിൽ എത്രയാണ് വരിക? 2b ഇൻറ്റു ജെ എത്രയാണ്? 0 ആണ്. അപ്പോൾ 0 പ്ലസ് 1 അല്ലേ, 0യിൽ നിന്ന് 1ലേക്ക് 2b ഇൻറ്റു 0 പ്ലസ് 1 എത്ര വരിക? 1 ഇൻറ്റു 2b, 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും സ്പെക്ട്രൽ ലൈനിൻ്റെ ഫ്രീക്വൻസി നമുക്ക് കിട്ടുക അല്ലേ. 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, 0യിൽ നിന്ന് 1ലേക്കാണെങ്കിൽ 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി 1ൽ നിന്ന് 2ലേക്കാണെങ്കിലോ ജെയുടെ സ്ഥാനത്ത് 1 കൊടുക്കണം. അപ്പോൾ 2b ഇൻറ്റു 1 പ്ലസ് 1 4b ആയിരിക്കും കിട്ടുക അല്ലേ. നമുക്ക് 1ൽ നിന്ന് 2ലേക്ക് കൊടുക്കുമ്പോൾ എത്രയാണ്? 4b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഓക്കെ, ഇനി 2ൽ നിന്ന് 3ലേക്കാണെങ്കിലോ 2ൽ നിന്ന് 3ലേക്കാണെങ്കിൽ ജെയുടെ സ്ഥാനത്ത് 2 കൊടുക്കണം. ഈ ട്രാൻസിഷനാണ് പറയുന്നത് 2ൽ നിന്ന് 3ലേക്ക്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന എത്രയാണ് നോക്കാം. 2ൽ നിന്ന് 3ലേക്ക് ജെ 2 ആണ്. അപ്പോൾ 2 പ്ലസ് 1 3 ഇൻറ്റു 2 6b ആണ് കിട്ടുക അല്ലേ. 2ൽ നിന്ന് 3ലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു കറസ്പോണ്ടിങ് സ്പെക്ട്രൽ ലൈനിൻ്റെ ഫ്രീക്വൻസി 6b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. ഇനി 3ൽ നിന്ന് 4ലേക്കാണെങ്കിലോ 3ൽ നിന്ന് 4ലേക്ക് ജെയുടെ വാല്യൂ 3 കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 3 പ്ലസ് 1 4 ഇൻറ്റു 2 8b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് വരും അല്ലേ. അപ്പോൾ അത് 3ൽ നിന്ന് 4ലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ 8b ആണ് കിട്ടുക. നെക്സ്റ്റ് നമുക്ക് ഗസ് ചെയ്യാം. 4ൽ നിന്ന് 5ലേക്കാണെങ്കിൽ 4 കൊടുക്കുക. 4 പ്ലസ് 1 5 5 ഇൻറ്റു 2 10b കിട്ടും അല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്രൽ ലൈൻ എത്ര കിട്ടുന്നു നോക്ക്? 2b 4b 6b 8b 10b. അപ്പോൾ ഇവിടെ എനർജി ലെവൽസ് പോലെയല്ല, അഡ്ജസൻറ്റ് എനർജി ലെവൽസിൻ്റെ സ്പേസിങ് അല്ലെങ്കിൽ സെപ്പറേഷൻ എനർജി ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ആസ് ജെ ഇൻക്രീസസ് ദേ ആൾസോ ഇൻക്രീസസ് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ നോക്കി നോക്ക്, ആദ്യത്തെ രണ്ട് സ്പെക്ട്രൽ ലൈനിൻ്റെ ഇടയിലുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് എത്രയാണ്? 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. തൊട്ടടുത്ത രണ്ടും 2b, തൊട്ടടുത്തതും 2b ആണ്. 8b മൈനസ് 6b 2b ആണ്. 10b മൈനസ് 8b 2b ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഫ്രീക്വൻസി ഡിഫറൻസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ സ്പേസിങ് എന്താണ്? ഈക്വൽ ആണ് എന്ന് കാണാം. ഓക്കെ, അപ്പോൾ അത് രണ്ടും
മനസ്സിലാക്കുക. ആസ് ജെ ഇൻക്രീസസ് സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് റൊട്ടേഷൻ ലെവൽസ് ഇൻക്രീസസ്. ജെ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നോക്കി നോക്ക്, സെപ്പറേഷൻ ബിറ്റ്വീൻ അഡ്ജസൻറ്റ് സ്പെക്ട്രൽ ലൈൻസ് ഈസ് കോൺസ്റ്റൻറ്റ് 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. പക്ഷേ അഡ്ജസൻറ്റ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ സെപ്പറേഷൻ എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഒരു റിജിഡ് ഡയാറ്റോമിക് റൊട്ടേറ്ററിനെ പരിഗണിച്ച് കഴിഞ്ഞാൽ അവിടെ അത് റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് മൈക്രോവേവുമായിട്ട് ഇൻറ്ററാക്ട് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ലഭിക്കുന്ന സ്പെക്ട്രത്തിലെ സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഫ്രീക്വൻസി പരിഗണിച്ചാൽ അഡ്ജസൻറ്റ് സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആണ്, 2b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണെന്ന് കാണാം. ബി എന്താണെന്ന് അറിയാലോ? റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റൊട്ടേഷണൽ സ്പെക്ട്ര ഓഫ് റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂളിൽ പറയാനുള്ളത്. ഇനി ഇവിടെ 1-2 ടോപ്പിക്സ് കൂടി ഈ ഒരു ഭാഗത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യം ഐസോടോപ്പ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അതെന്താണ് നോക്കാം. ഐസോടോപ്പ് എഫക്റ്റ് ഇൻ റൊട്ടേഷണൽ സ്പെക്ട്ര നോക്കാം. നമ്മൾ റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂള് 2 ആറ്റംസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ആറ്റത്തിൻ്റെ ഐസോടോപ്പിനെ നമ്മളവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെന്ന് കരുതുക. അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ആ ഒരു ഇൻ്ററാറ്റോമിക് ഡിസ്റ്റൻസിന് ആറിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ അറ്റോമിക് മാസ് ചേഞ്ച് ചെയ്യും അല്ലേ? അറ്റോമിക് മാസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം I c = μr² ആണ്. മ്യൂ റെഡ്യൂസ്ഡ് മാസ് ചേഞ്ച് ചെയ്യും, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയിൽ ചേഞ്ച് വരും അല്ലേ? അപ്പോൾ നോക്കുക, when an atom is replaced by its isotope, moment of inertia of the rigid diatomic molecule is changed from I to I dash. അപ്പോൾ നമ്മുടെ റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ I ആയിരുന്നു. അവിടെ ഐസോടോപ്പ് വെച്ചിട്ട് ആറ്റം റീപ്ലേസ് ചെയ്തപ്പോൾ അതിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ I dash ആയിട്ട് ചേഞ്ച് ചെയ്തു. അപ്പോൾ I dash ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം h/8π² IC ആണ് റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് B. അപ്പോൾ I മാറിയിട്ട് I dash ആകുമ്പോൾ സ്വാഭാവികമായിട്ട് B മാറിയിട്ട് എന്താവും? B dash ആവും. കാരണം I അതിൻ്റെ ആ ഒരു ഇക്വേഷനിൽ വരുന്നുണ്ട്. B = h/8π² IC ആണ് അല്ലേ? അപ്പോൾ ആ B മാറിയിട്ട് എന്താവും? B dash ആവും. ഓക്കെ, ഇപ്പോൾ ആദ്യം റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് h/8π² IC ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ h/8π² I dash C ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ റൊട്ടേഷണൽ കോൺസ്റ്റൻറ്റ് വിൽ ബി ചേഞ്ച്ഡ് ഫ്രം B to B dash ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 2bj+1 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, അങ്ങനെയാണ് നമുക്ക് ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്രൽ ലൈൻസ് കിട്ടുന്നത്. അപ്പോൾ B dash ആയിട്ട് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഈ ഫ്രീക്വൻസിയും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും അല്ലേ? 2bj+1 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ എന്തായിട്ടുണ്ടാവും? 2b-j+1 ആയിട്ടുണ്ടാവും സെൻറ്റിമീറ്റർ ഇൻവേഴ്സിൽ. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ആൾസോ വിൽ ബി ചേഞ്ച്ഡ് ഫ്രം ന്യൂ ബാർ ടു ന്യൂ ബാർ ഡാഷ്. അപ്പോൾ നമുക്ക് പറയാം ഈ ഐസോടോപ്പിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഐസോടോപ്പ് ആറ്റത്തിന് വരെ ഐസോടോപ്പ് വെച്ചപ്പോൾ സ്വാഭാവിക ഇവിടെ എന്ത് ചെയ്തു? ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്തു. ഫ്രീക്വൻസി ഓഫ് ദ റൊട്ടേഷണൽ സ്പെക്ട്രം ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയാം. ഈ ലൈൻസിന് ഷിഫ്റ്റ് ഉണ്ടായി എന്ന് പറയാം. ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഫ്രീക്വൻസിയിലുണ്ടായ ഒരു ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഡെൽറ്റ ന്യൂ ബാർ ആണ്. അത് നമുക്ക് എന്ത് എഴുതാം? നേരത്തെ ന്യൂ ബാർ ആയിരുന്നു, ഇപ്പോൾ ഐസോടോപ്പ് വെച്ചപ്പോൾ ആറ്റത്തിന് വരെ ഐസോടോപ്പ് വെച്ചപ്പോൾ ന്യൂ ബാർ ഡാഷ് ആയി. അപ്പോൾ ന്യൂ ബാർ മൈനസ് ന്യൂ ബാർ ഡാഷ് എന്ന് എഴുതാം. ഡെൽറ്റ ന്യൂ ബാർ. അപ്പോൾ ഡെൽറ്റ ന്യൂ ബാർ = ന്യൂ ബാർ നമ്മൾ എഴുതിയതാണ് ഫ്രീക്വൻസി 2bj+1 ആണ്, മൈനസ് ന്യൂ ബാർ ഡാഷ് എന്തായി? ബിയുടെ സ്ഥാനത്ത് B dash വരും, 2b-j+1 ആണ്. അപ്പോൾ അതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 2j+1 ഈ 2 ടേമിലും കോമൺ ആണ്. 2j+1 ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ബാക്കി B - B dash സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇനി ഡെൽറ്റ ന്യൂ ബാർ = 2j+1. ഇവിടെ നോക്കി നോക്ക്, B എന്ന് പറയുന്നത് നമുക്കറിയാം h/8π² IC ആണ്, B dash h/8π² I dash C ആണ്. രണ്ടിലും h/8π² C കോമൺ ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്. ബാക്കി ഇവിടെ ഉണ്ടാവും 1/I ആണ്, ഇവിടെ ഉണ്ടാവും 1/I dash ആയിരിക്കും. ഓക്കെ, ഇനി നോക്കി നോക്ക്, ഇവിടെ ഞാൻ എന്ത് ചെയ്യാന്നറിയോ? I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും I കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? 2j+1 I കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ h/8π² IC ആവും. ഇവിടെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I/I 1 ആവും. ഇവിടെ I കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I/I dash. അപ്പോൾ ഇങ്ങനെ വരും 2j+1 h/8π² IC 1/I/I dash 1 - I/I dash സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടും. ഇതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ്. ഇനി I/I dash എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I μr² ആണ്. I dash എന്ത് വരും? μ-r² വരും. ഇവിടെ ഇൻ്ററാറ്റോമിക് ഡിസ്റ്റൻസ് r ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട് I μr²ഉം I dash μ-r² ആവും. അപ്പോൾ ഇവിടെ നോക്ക്, r² കട്ട് ചെയ്ത് പോയി I/I dash μ/μ dash. അതിന് നമുക്ക് ρ² എന്ന് കൊടുക്കാം. റെഡ്യൂസ്ഡ് മാസിൻ്റെ റേഷ്യോ നമ്മൾ ρ² എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെൽറ്റ ന്യൂ ബാർ 2j+1 h/8π² IC നമുക്കറിയാം B ആണ്, റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ 2bj+1 1 - ρ² സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ഇതാണ് ഫ്രീക്വൻസി ഷിഫ്റ്റ് ബൈ ദിസ് ഐസോടോപ്പ് എഫക്റ്റ്. റൊട്ടേറ്റ് ചെയ്യുന്ന റിജിഡ് ഡയാറ്റോമിക് മോളിക്യൂളിൻ്റെ ഒരു ആറ്റം മാറ്റിയിട്ട് അതിൻ്റെ ഐസോടോപ്പ് വയ്ക്കുക.
അപ്പോൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെയാണ് ഐസോടോപ്പിക് എഫക്റ്റ് എന്ന് പറയുക. ആ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആണ് ഇപ്പോൾ കിട്ടിയ ഡെൽറ്റ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു 2bj+1 1 മൈനസ് റോ സ്ക്വയർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഇവിടെ ഈ റോ സ്ക്വയറിൻ്റെ വാല്യൂ അധികവും ലെസ് ദാൻ 1 ആയിരിക്കും. അപ്പോൾ 1 മൈനസ് റോ സ്ക്വയർ നോക്കി നോക്ക്, 1 മൈനസ് പിന്നെ ഒരു നെഗറ്റീവ് ആണ്. അപ്പോൾ അത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ന്യൂ ബാർ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആവും. ഇത് പിന്നെ എന്തായാലും പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ ഇത് മൊത്തം ഡെൽറ്റ ന്യൂ ബാർ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റ് ഇവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ്. ഇനി ഇവിടെ നോക്കി നോക്ക്, 1 മൈനസ് റോ സ്ക്വയറിൻ്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി സ്മോൾ ആണ്. അപ്പോൾ നോക്കി നോക്ക്, ഈ ഡെൽറ്റ ന്യൂ ബാർ എന്ന് പറയുന്ന ഫ്രീക്വൻസി ഷിഫ്റ്റിനെ പ്രധാനമായിട്ട് സ്വാധീനിക്കുക ഈ ഒരു ഭാഗമാണ്. ഈ ജെയുടെ വാല്യൂ കുറവാണെങ്കിൽ ഡെൽറ്റ ന്യൂ ബാറും കുറവായിരിക്കും. എന്നാൽ ജെയുടെ വാല്യൂ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ചിട്ട് ഡെൽറ്റ ന്യൂ ബാറും എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേം കൂടുന്നതിനനുസരിച്ചിട്ട് കൂടി വരും ഫ്രീക്വൻസി ഷിഫ്റ്റ്. അപ്പോൾ ഇനീഷ്യലി ഫ്രീക്വൻസി ഷിഫ്റ്റ് കുറവായിരിക്കും, കാരണം ജെയുടെ വാല്യൂ കുറവാണ്. പിന്നെ ജെയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് ഈ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഇങ്ങനെ കൂടി പോകും. ഇവിടെ നോക്ക്, 2b 4b 6b 8b 10b സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ഈ കംപ്ലീറ്റ് ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് നമ്മുടെ റിജിഡ് ഡയാറ്റോമിക് റൊട്ടേറ്ററിൻ്റെ സ്പെക്ട്രൽ ലൈൻസ് ആണ്. ഇനി ഐസോടോപ്പ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തതിന് ശേഷമുള്ള സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഫ്രീക്വൻസി 2b ഡാഷ് 4b ഡാഷ് 6b ഡാഷ് 8b ഡാഷ് 10b ഡാഷ് ഡോട്ടഡ് ലൈൻസ് ആയിട്ട് സ്പെക്ട്രൽ ലൈൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ജെ സ്മോൾ ആവുന്ന സമയത്ത് ഫ്രീക്വൻസി ഷിഫ്റ്റ് കുറവാണ് അല്ലേ, ജെ കൂടുന്നതിനനുസരിച്ചിട്ട് ഫ്രീക്വൻസി ഷിഫ്റ്റ് ഇങ്ങനെ കൂടി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് ഐസോടോപ്പ് എഫക്റ്റ് ഇൻ റൊട്ടേഷണൽ സ്പെക്ട്ര പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റൻസിറ്റി ഓഫ് റൊട്ടേഷണൽ ലൈൻസ് എന്നുള്ള ടോപ്പിക്കാണ്. ഇവിടെ മോസ്റ്റ് ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള റൊട്ടേഷണൽ ലൈന് എപ്പോഴാണ് കിട്ടുക എന്നുള്ളതാണ്. എപ്പോഴാണ് മോസ്റ്റ് ഇൻറ്റൻസ്ഡ് റൊട്ടേഷണൽ ലൈന് കിട്ടുക? മാക്സിമം പോപ്പുലേഷനുള്ള ഒരു എനർജി ലെവലിൽ നിന്നുള്ള റൊട്ടേഷൻ എനർജി ലെവലിൽ നിന്നുള്ള ട്രാൻസിഷൻ എപ്പോഴാണോ നടക്കുന്നത് അപ്പോഴാണ് നമുക്ക് മോസ്റ്റ് ഇൻറ്റൻസ്ഡ് ലൈൻ കിട്ടുക. നോക്കുക, മോസ്റ്റ് ഇൻറ്റൻസ്ഡ് ലൈൻ ഈസ് ഒബ്റ്റൈൻഡ് കറസ്പോണ്ടിങ് ടു ദ ട്രാൻസിഷൻ ഫ്രം ദ ലെവൽ വിത്ത് മാക്സിമം പോപ്പുലേഷൻ. ഓക്കെ, ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജെ റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യുന്ന റൊട്ടേഷണൽ ലെവലിൻ്റെ പോപ്പുലേഷൻ കണ്ടുപിടിക്കാം. That population will be using Boltzmann distribution population on jth level. Nj is equal to n0 exponential minus ej by kt ആണ്. ഇവിടെ n0 എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ ഓൺ j is equal to 0 ലെവൽ. ഗ്രൗണ്ട് റൊട്ടേഷൻ ലെവലിൻ്റെ പോപ്പുലേഷൻ ആണ് n0. ej നമുക്കറിയാലോ, എനർജി റൊട്ടേഷൻ എനർജി ഇൻ ജൂൾ ആണ്. k ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് 1.38 into 10⁻23 ആണ്. ക്യാപിറ്റൽ ടി ടെമ്പറേച്ചർ ആണ്. ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചതാണ്. ഇനി നോക്കുക, ഇ ജെ എസ് ഈക്വൽ ടു നമുക്കറിയാം, ഇ ജെ എസ് ഈക്വൽ ടു എപ്സിലോൺ ജെ എച്ച് സി ആണ്. സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലുള്ള എനർജിയാണ് എപ്സിലോൺ ജെ. അപ്പോൾ ഇ ജെ എസ് ഈക്വൽ ടു ഈ എപ്സിലോൺ ജെ നമുക്കറിയാം ബി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ആണ് ഇൻറ്റു എച്ച് സി എന്ന് വരും. അപ്പോൾ ഇ ജെ എസ് ഈക്വൽ ടു നമുക്ക് ബി എച്ച് സി ഇൻറ്റു ജെ ഇൻറ്റു ജെ പ്ലസ് 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എൻ ജെ എന്താവും, n0 എക്സ്പോണൻഷ്യൽ മൈനസ് ഇ ജെയുടെ സ്ഥാനത്ത് ബി എച്ച് സി ജെ ഇൻറ്റു ജെ പ്ലസ് 1 ബൈ കെ ടി എന്ന് വരും. ഇവിടെ വേറൊരു കാര്യം കൂടി, ഈച്ച് റൊട്ടേഷൻ ലെവൽ ഈസ് 2j+1 ഡീജനറേറ്റഡ് ആണ്. ആ ഡീജനറസി കൂടി കൺസിഡർ ചെയ്യുമ്പോൾ nj is equal to 2j+1 into ഇത് വരും n0 exponential minus bhc j into j+1 by kt. Okay, nj is equal to 2j+1 n0 exponential minus bhc j into j+1 by kt. That is equation number 1 എന്ന് കൊടുത്തു. ഇനി ഈ nj അല്ലേ മാക്സിമം ആവണം, അപ്പോഴാണ് നമുക്ക് മോസ്റ്റ് ഇൻറ്റൻസ്ഡ് ലൈൻ കിട്ടുക. പോപ്പുലേഷൻ മാക്സിമം ആയിട്ടുള്ള ലെവലിൽ നിന്ന് ട്രാൻസിഷൻ നടക്കുമ്പോഴാണ് മോസ്റ്റ് ഇൻറ്റൻസ്ഡ് ലൈൻ കിട്ടുക. അങ്ങനെ മാക്സിമം ആണെങ്കിൽ nj മാക്സിമം ആണെങ്കിൽ dnj by dj is equal to എത്രയായിരിക്കും, 0 ആയിരിക്കും. കാരണം മാക്സിമയെയും മിനിമയൊക്കെ എക്സ്ട്രീമസിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണല്ലോ. അപ്പോൾ അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇക്വേഷൻ നമ്പർ 2ൽ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്ത കഴിഞ്ഞാൽ നമുക്ക് nj കിട്ടും. nj is equal to √kt/2bhc minus half എന്ന് കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2 we get nj is equal to √kt/2bhc minus half. അപ്പോൾ നമുക്ക് ഈ ഒരു പോപ്പുലേഷനുള്ള റൊട്ടേഷൻ ലെവലിൽ നിന്നുള്ള ട്രാൻസിഷൻ കാരണമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മോസ്റ്റ് ഇൻറ്റൻസ്ഡ് റൊട്ടേഷണൽ ലൈൻ കിട്ടുന്നത്. ഓക്കെ, കെയും ടിയും ബി റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണെന്ന് അറിയാം അല്ലേ, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ് 6.626 into 10⁻34. ഓക്കെ, സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം 3 into 10⁸ ആണ്. അപ്പോൾ നോക്കുക, ട്രാൻസിഷൻ ഫ്രം ദ ലെവൽ ഹാവിംഗ് ദിസ് പോപ്പുലേഷൻ ഗിവ്സ് ദ മോസ്റ്റ് ഇൻറ്റൻസ്ഡ് റൊട്ടേഷണൽ ലൈൻ ഹിയർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.